ദൈവനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട കൊച്ചമ്മമാരെ, നാം ഇപ്പോൾ ശൂന്യോയ നോമ്പ് ആചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനെ ഓർക്കുന്ന സമയമാണല്ലോ ഇത്. അമ്മ എന്നത് 2 അക്ഷരം ഉള്ള ഒരു വാക്കാണ്. ആ പ്ലസ് മമ, ഈ 2 അക്ഷരങ്ങളാണ് അമ്മ എന്നുള്ളത്. മമ എന്നാൽ എൻ്റേത്, ആ എന്ന് പറഞ്ഞാൽ അല്ല, ഒന്നും എൻ്റേതല്ല എന്ന അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാം ദൈവത്തിന് നൽകിയ മാതാവ് കൃപ നിറഞ്ഞവളായിരുന്നു. കൃപ എന്ന വാക്ക് എബ്രായ ഭാഷയിലെ കെയ്റോസ് എന്ന പദത്തിൽ നിന്നും വന്നതാണ്. സുതാര്യത, നിർമ്മലത, നിഷ്കളങ്കത, കരുണ, ലാളിത്യം, അർഹിക്കാത്തത് ദൈവത്തിൽ നിന്ന് ലഭിക്കുക, ഇവയൊക്കെയാണ് കൃപയുടെ പര്യായങ്ങൾ. ഈ പെരുന്നാളിൽ മാതാവ് നമ്മെ പഠിപ്പിക്കുന്ന ചില സുഹൃതങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനെ നമുക്ക് പിൻപറ്റാം. 1. നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മനസ്സൊരുക്കം. ലൂക്കോസ് 1:38 ഗബ്രിയേൽ ദൂതൻ ദൈവപുത്രന്റെ ജനനത്തെപ്പറ്റി അറിയിച്ചപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവത്തിൻ്റെ നിയോഗത്തിന് പൂർണ്ണമായ മനസ്സൊരുക്കിയ പരിശുദ്ധ കന്യാമറിയം. 2. ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ച വ്യക്തിത്വം. എലിസബത്ത് ഗർഭിണിയാണെന്ന് ദൈവദൂതൻ അറിയിച്ചപ്പോൾ തത്രപ്പെട്ട് തൻ്റെ ചാർച്ചക്കാരിയുടെ അടുക്കലെത്തി സ്നേഹം പങ്കുവച്ച് ആ അമ്മയെ ശുശ്രൂഷിച്ച ഒരു മകളാണ് നമ്മുടെ അമ്മ. ലൂക്കോസിൻ്റെ സുവിശേഷം 1:39 3. എളിമയുടെ പര്യായം. താഴ്മ, വിനയം, ഇവയൊക്കെ ഹ്യൂമസ് എന്ന മൂലപദത്തിൽ നിന്നും വന്നവയാണ്. ഫലഭൂയിഷ്ടമായത് എന്നർത്ഥം. ദൈവത്തിന് വേണ്ടി ഒരുക്കിയ എളിമയുടെ ഫലഭൂയിഷ്ടമായ ഒരു നിലമായിരുന്നു പരിശുദ്ധ അമ്മ. 4. കുടുംബത്തെയും സമൂഹത്തെയും സ്നേഹിച്ച അമ്മ. യെരുശലേം ദേവാലയത്തിൽ പെരുന്നാൾ കഴിഞ്ഞ് യൗസേപ്പും മറിയയും മടങ്ങി മകനെ കാണാതെ തിരികെ ദേവാലയത്തിലെത്തി യേശുവിനെ കണ്ടപ്പോൾ മകനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്തേ? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 2:48 ഇത് കാണിക്കുന്നു. കുടുംബത്തിൽ അപ്പന് നൽകിയ സ്ഥാനം ഇവിടെ കാണാം. വീണ്ടും കാനാവിലെ കല്യാണത്തിന് വീഞ്ഞില്ലാതെ ഇരുന്നപ്പോൾ ആ കുറവുകൾ തീർക്കുവാൻ സഹായിച്ച മാതാവ് യോഹന്നാൻ്റെ സുവിശേഷം 2:5 നമുക്ക് കാണാം. 5. അനന്തമായ ശാന്തത. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. സങ്കീർത്തനം 46:10. ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത് മുതൽ കാൽവറി ക്രൂശ് വരെ കയ്പുനീര് കുടിച്ചിട്ടും ഒരു വാക്കുപോലും പിറുപിറുക്കാത്ത മാതാവ്. കാൽവറിയിൽ പോലും ശാന്തമായി നിന്ന അമ്മ നമുക്ക് മാതൃകയാണ്. 6. പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന അമ്മ. അപ്പോസ്തല പ്രവൃത്തികൾ 1:14 കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ സഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ ഒരുമനപ്പെട്ടിരുന്ന മറ്റുള്ളവരുമായി പ്രാർത്ഥിച്ച അമ്മ നമുക്കൊരു മാതൃകയാകുന്നു. ഈ അമ്മയാണ് എപ്പോഴും നമ്മുടെ മുമ്പിൽ തലവണക്കി വിനയത്തോடு നിൽക്കുന്ന വ്യക്തി. ദൈവത്തെ തൻ്റെ മടിയിൽ താലോലിച്ച ഈ അമ്മയുടെ മടിത്തട്ടിൽ നമുക്ക് വിശ്രമിക്കാം. അമ്മയുടെ ഗുണങ്ങളെ നമുക്ക് സാംശീകരിക്കാം. ഒരമ്മയുടെ മടിത്തട്ടാണല്ലോ കുഞ്ഞിൻ്റെ ദേവാലയം. നിർത്തുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.